വീട്ടമ്മമാർക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വിതരണം മുടങ്ങിയത് പുനരാരംഭിക്കാൻ പൊന്നാനി നഗരസഭാ കൗൺസിലിൽ പ്രമേയം. മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത BPL ലിസ്റ്റിൽ ഉൾപ്പെട്ട വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകി വന്നിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി മുടങ്ങിയത് വിതരണം നടത്തുന്നതിന് പൊന്നാനി നഗരസഭാ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിന്റെ 22ാം നമ്പർ അജണ്ടയായി ഉൾപ്പെടുത്തിയ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ പുതുതായി അപേക്ഷ നൽകിയവരെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിലാണ് അടിയന്തര പ്രമേയം ചെയർപേഴ്സൺ CB സുധ അവതരിപ്പിച്ചത്. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് 7517 അപേക്ഷകൾ സ്വീകരിക്കുകയും 2 മാസത്തെ പെൻഷൻ വിതരണം നടന്നതുമാണ്. നിലവിൽ അംഗീകാരം ലഭിച്ച 765 ഗുണഭോക്താക്കൾ കൂടി ഇനി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ആളുകൾക്ക് ഇനിയും പെൻഷൻ വിതരണം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ആ പെൻഷൻ എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്ന് പ്രമേയം കൗൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഘോഷങ്ങൾ വരവായി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൻഹ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ, തിരൂർ.